സുനന്ദ പുഷ്കറിന് സംഭവിച്ചത് ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. വീണ്ടും സുനന്ദ പുഷ്കറിന്റെ മരണം ദുരൂഹതയും വാർത്തകളിൽ നിറയുകയാണ്. സുനന്ദ പുഷ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിന്റെ വിചാരണ ദില്ലി പട്യാല ഹൗസ് കോടതിയിൽ തുടങ്ങുമ്പോൾ വീണ്ടും ചർച്ചയാവുകയാണ് കേസ്. സുനന്ദ പുഷ്കറിന്റെ മരണത്തിൽ ശശി തരൂരിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ദില്ലി പോലീസ് ചുമത്തിയത്. വിചാരണയ്ക്കായി ശശി തരൂർ കോടതിയിലെത്തി. കേസ് പരിഗണിച്ച ദില്ലി അഡീഷണൽ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് വിചാരണയ്ക്കായി കേസ് സെഷൻസ് കോടതിയിലേക്ക് മാറ്റിയിരുന്നു. കേസിൽ കോടതിയെ സഹായിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് BJP നേതാവ് സുബ്രഹ്മണ്യം സ്വാമി നൽകിയ ഹർജിയും കോടതി തള്ളി. സുനന്ദയുടേത് ആത്മഹത്യയാണെന്ന കുറ്റപത്രത്തിൽ പറയുന്നത്. പോലീസ് ശേഖരിച്ച തെളിവുകളും രേഖകളും തരൂരിന് കൈമാറാൻ പട്യാല ഹൗസ് കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു. ഇക്കൂട്ടത്തിലുള്ള ചില ഡിജിറ്റൽ തെളിവുകൾ തുറന്നു പരിശോധിക്കാൻ കഴിഞ്ഞില്ലെന്ന് തരൂരിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരുന്നു. ജനുവരി 14 ദില്ലി പോലീസ് ശശി തരൂരിനെതിരെയുള്ള കുറ്റപത്രം സമർപ്പിച്ചത്. 2014 ജനുവരി 17 സുനന്ദ പുഷ്കർ സംശയാസ്പദമായ രീതിയിൽ മരിച്ചത്. സുനന്ദ പുഷ്കറിന്റെ മരണത്തിൽ ശശി തരൂരിനെ പ്രതിയാക്കി പോലീസ് കുറ്റപത്രവും സമർപ്പിച്ചിരുന്നു. ഡൽഹി പട്യാല ഹൗസ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ആത്മഹത്യാ പ്രേരണയ്ക്കും ഗാർഹിക പീഡനത്തിനുമാണ് കുറ്റം ചുമത്തിയിരിക്കുന്നത്. അതേസമയം സുനന്ദയുടേത് ആത്മഹത്യ തന്നെയാണെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. തെളിയിക്കപ്പെട്ടാൽ 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണിത്. അതേസമയം യുക്തിക്ക് നിരക്കാത്ത കുറ്റപത്രമാണ് പോലീസ് പുറത്തിറക്കിയിരിക്കുന്നതെന്നും ഇതിനെ ശക്തമായി തന്നെ നേരിടുമെന്നും തരൂർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. താൻ കാരണമാണ് ആത്മഹത്യ എന്നത് സുനന്ദയെ അറിയാവുന്ന ആരും വിശ്വസിക്കുകയില്ലെന്നാണ് തരൂർ പറഞ്ഞത്. പോലീസിന്റേത് അവിശ്വസനീയമായ നടപടിയെന്നും തരൂർ പറഞ്ഞിരുന്നു. 4 വർഷത്തിലേറെ എടുത്ത് പുറത്തുവന്ന അന്വേഷണ റിപ്പോർട്ട് ഇതാണെങ്കിൽ ദില്ലി പോലീസിന്റെ രീതികളും എന്താണ് അവരെ ഇത്തരമൊരു കുറ്റപത്രത്തിലേക്ക് നയിച്ചതെന്നും സംബന്ധിച്ചും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നാണ് നേതാവ് അന്ന് പറഞ്ഞത്. സുനന്ദയുടെ മരണത്തിൽ ആർക്കെതിരെയും ഒരു തെളിവും ലഭിച്ചിട്ടില്ലെന്ന് ഡൽഹി ഹൈക്കോടതിയിൽ ഇക്കഴിഞ്ഞ ഒക്ടോബർ 17 പോലീസിന്റെ അഭിഭാഷകൻ തന്നെ സമ്മതിച്ചതാണ്. 6 മാസത്തിനു ശേഷം അവരിപ്പോൾ പറയുന്നു ആത്മഹത്യക്ക് പ്രേരണയായത് താനാണെന്ന്. ഇത് തെറ്റാണെന്നാണ് ശശി തരൂർ പറയുന്നത്. 2014 ജനുവരി 17 സുനന്ദ പുഷ്കറെ ഡൽഹി ചാണക്യപുരിയിലെ നക്ഷത്ര ഹോട്ടലിലെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശശി തരൂരാണ് സുനന്ദയെ മരിച്ച നിലയിൽ ആദ്യം കണ്ടതെന്നാണ് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന അഭിനവ് കുമാർ അന്ന് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. പെട്ടെന്നുള്ളതും അസ്വാഭാവികവുമാണ് മരണമെന്നും അൽപ്രാക്സ് ഗുളിക അമിതമായി കഴിച്ചതാണ് കാരണമെന്നും പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ സുധീർ ഗുപ്ത ആദ്യം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അൽപ്രാക്സിന്റെ സാന്നിധ്യം ഉള്ളിൽ കണ്ടെത്താതിരുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ കുറിച്ചും സംശയത്തിന് ഇടയാക്കി. റിപ്പോർട്ട് കെട്ടിച്ചമയ്ക്കാൻ തന്റെ മേൽ സമ്മർദ്ദം ഉണ്ടായെന്ന് ഡോക്ടർ ഗുപ്ത പിന്നീട് ആരോപിച്ചിരുന്നു. എയിംസ് ഓട്ടോപ്സി വിഭാഗം നടത്തിയ പരിശോധനയിൽ കാരണം കണ്ടുപിടിക്കാൻ കഴിയാതെ വന്നതോടെ യുഎസിലെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ സഹായവും തേടിയിരുന്നു. അസ്വാഭാവിക മരണമാണെന്ന് കണ്ടെത്തിയ FBI റേഡിയോ ആക്റ്റീവ് വിഷം പ്രയോഗിച്ചിട്ടില്ലെന്നും പറഞ്ഞിരുന്നു. മരണം അന്വേഷിക്കുന്ന പ്രത്യേക സംഘം ശശി തരൂർ ഉൾപ്പെടെ 7 പേരെ ചോദ്യം ചെയ്തിരുന്നു. അതിൽ 6 പേരെ പോളിഗ്രാഫ് പരിശോധനയ്ക്കും വിധേയരാക്കി. മരണത്തിന് മുൻപ് സുനന്ദയുടെ മൊബൈൽ ഫോണിൽ വന്ന കോളുകളും അവർ നടത്തിയ ചാറ്റിംഗും വിശകലനം ചെയ്തിരുന്നു. ഏതായാലും സുനന്ദ പുഷ്കർ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. ദുരൂഹ മരണമാണോ ആത്മഹത്യയാണോ എന്താണ് പിന്നീടുള്ള കാര്യത്തിന്റെ ചുരുളഴിയാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.